ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കുഞ്ഞു പോത്തിൻ്റെ സമ്മറിയും അനാലിസിസുമാണ് ഓഫ് ദ ബോയ് ആൻഡ് ദ ബട്ടർഫ്ലൈ ബൈ ദ റൈറ്റർ ജോൺ ബെന്യൻ. ജോൺ ബെന്യൻ എല്ലാവർക്കും അറിയാമായിരിക്കും, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്യൂരിറ്റൻ റൈറ്ററാണ്. ആൻഡ് ലൈക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ പോംസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഒരു പോം നോക്കുവാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു തീമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ റൈറ്ററിനെ കുറിച്ചിട്ട് നോക്കാം. റൈറ്റർ ഏത് ഏജിലാണ് ബിലോങ് ചെയ്യുന്നത്, ആ ഏജിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വരാം. സോ ജോൺ ബന്യൻ, ഇദ്ദേഹം ഒരു പ്യൂരിറ്റൻ റൈറ്റർ ആയിരുന്നു, പ്യൂരിറ്റൻ ഏജിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ജോൺ മിൽട്ടൺ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അനദർ ഫേമസ് റൈറ്റർ ഓഫ് ദ ടൈം, ജോൺ മിൽട്ടൺ. ലൈക്ക് സെയിം ജോൺ മിൽട്ടനെ പോലെ തന്നെ ഇദ്ദേഹവും, ജോൺ മിൽട്ടൻ്റെ പ്രത്യേകത എന്തായിരുന്നു, നമ്മൾ മിൽട്ടനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഇദ്ദേഹം വളരെ അലൂഫായിരുന്നു, ലൈക്ക് എലോൺ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അത് വേറൊന്നുമല്ല, ബിക്കോസ് മിൽട്ടൺ ഈ ഒരു പ്യൂരിറ്റൻ ടൈമിലും റെസ്റ്റോറേഷൻ ടൈമിലും ലീവ് ചെയ്തിരുന്ന ഒരാളായിരുന്നു മിൽട്ടൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ജോൺ ബെന്യനും. ഇദ്ദേഹം ഒരു പ്യൂരിറ്റൻ റൈറ്ററാണ്, പക്ഷേ പിന്നീട് റെസ്റ്റോറേഷൻ വരുന്നുണ്ട്. സോ ഇദ്ദേഹം ആ ഒരു പീരീഡിലും കൂടെ ബിലോങ് ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരും. ഓക്കെ, സോ ബാക്ക് ടു അവർ ജോൺ ബെന്യൻ. ഇദ്ദേഹം ഒരു പ്യൂരിറ്റൻ റൈറ്ററാണ്. ഈ ഒരു ടൈമിൽ നമുക്കറിയാം പ്യൂരിറ്റൻ എങ്ങനെയായിരുന്നു, പ്യൂരിറ്റൻ ഏജ് എന്തായിരുന്നു എന്നൊക്കെ അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പ്രീച്ചറായിരുന്നു. And also he is considered to be the most important prose writer of the time. Okay, and he was interested in ballads. പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഫോർ എ പീരീഡ് ഓഫ് ടൈം ഇദ്ദേഹം മിലിറ്ററിയിൽ സെർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആർമിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഹി വാസ് എ പ്രീച്ചർ, ഇദ്ദേഹം ആർമിയിലും പ്രീച്ച് ചെയ്തിരുന്നു. ഫെല്ലോ സോൾജിയേഴ്സിനെ ഇദ്ദേഹം പ്രീച്ച് ചെയ്തിരുന്നു. ആൻഡ് ലേറ്റർ ഹി വാസ് ഡിസ്മിസ്ഡ്. ഈ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒത്തിരി മാത്രം ഇമ്പാക്റ്റ് ഇദ്ദേഹത്തിന് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ക്രിയേറ്റഡ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഡിസ്മിസൽ ഫ്രം ദ ആർമി ക്രിയേറ്റഡ് സർട്ടൻ സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഓൺ ഹിം. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നമുക്കത് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാവുന്നതായിട്ട്, ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലും നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ബീയിങ് എ പ്യൂരിറ്റൻ he refrained himself from ഡാൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. നമുക്കറിയാം പ്യൂരിറ്റനിസം എന്തുമാത്രം സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ അല്ലേ. അവർ ഭയങ്കര റിലീജിയസ് പീപ്പിൾ ആയിരുന്നു ആൻഡ് സ്ട്രിക്ട്ലി ഫോളോഡ്. ഒരു ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻറ്റും അവർ അലൗ ചെയ്തിരുന്നില്ല. സോ തിയേറ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അത്. ആൻഡ് ദിസ് വാസ് വെരി ടിപ്പിക്കൽ ഓഫ് ദി പ്യൂരിറ്റൻ ടൈം. ഹി റിഫ്രെയിൻഡ് ഹിംസെൽഫ് ഫ്രം ഡാൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹം റിസ്റ്റോറേഷൻ ടൈമിലും ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അല്ലേ. അപ്പം എന്താണ്, അതിനുശേഷം റെസ്റ്റോറേഷൻ വരുന്നു. നമുക്കറിയാം ചാൾസ് സെക്കൻഡ് വരുന്നു. ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു കത്തോലിക് ആയിരുന്നു. സോ ഇദ്ദേഹത്തിന് ഈ പ്യൂരിറ്റൻസിനെ എല്ലാവരെയും ലൈക്ക് ഈ ഒരു സ്ട്രിക്റ്റ് ലോസും ഇമ്പോസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റുന്ന ഒരാളായിരുന്നു നമ്മളുടെ ചാൾസ് സെക്കൻഡ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് പ്യൂരിറ്റൻസിനെ ഇവർ നോക്കിയിട്ട് പണിഷ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മളുടെ ജോൺ ബെന്യൻ ഹി വാസ് ഇംപ്രിസൻഡ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പ്രീച്ചിങ് വിത്തൗട്ട് എ ലൈസൻസ്. ഓക്കെ, സോ ഹി വാസ് ഇംപ്രിസൻഡ് ഫോർ എ പീരീഡ് ഓഫ് 12 years. സോ എന്നിട്ടും പ്രിസണിലായിരുന്നിട്ട് പോലും ഹി കണ്ടിന്യൂഡ് ഹിസ് പ്രീച്ചിങ്. സോ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രീച്ച് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് ലൈക്ക് മരണത്തിന് തുല്യമായിരുന്നു. സോ ഹി കണ്ടിന്യൂഡ് പ്രീച്ചിങ് ടു ഹിസ് ഫെലോ പ്രിസണേഴ്സ്. ഓക്കെ, പിന്നീട് പ്രിസണിൽ തന്നെ വെച്ചിട്ട് പല വർക്ക്സും ചെയ്യുമായിരുന്നു, ലൈക്ക് ഷൂ ലേസസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് പ്രിസണിൽ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം റൈറ്റിങ്സും ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം പ്രിസണിൽ വെച്ച് എഴുതിയിട്ടുള്ള വർക്കാണ് പ്രോഫിറ്റബിൾ മെഡിറ്റേഷൻസ് ഇൻ ദ ഇയർ 1661. പിന്നീട് വേറൊരു വർക്കുണ്ട് ഐ വിൽ പ്രേ വിത്ത് ദ സ്പിരിറ്റ് 1662 വരുന്നൊരു വർക്കാണ്. പിന്നീട് ക്രിസ്ത്യൻ ബിഹേവിയർ 1663. കൺസിക്യൂട്ടീവ് ഇയേഴ്സിലാണ് ഇതെല്ലാം വരുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ മോസ്റ്റ് അംബീഷ്യസ് വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. എല്ലാവർക്കും അറിയാം അത് വരുന്ന ഇയർ എന്ന് പറയുന്നത് 1678 ആണ്. ഓക്കെ, ഇനി വേറെ 2 ഇമ്പോർട്ടൻറ്റ് വർക്ക്സും കൂടെ ഉണ്ട് നമുക്ക്. ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാറ്റ്മാൻ. ഓക്കെ, ബാഡ്മാൻ, BADMAN, ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാറ്റ്മാൻ. പിന്നീടൊരു വർക്കാണ് ദ ഹോലി വാർ എന്ന് പറയുന്ന വർക്ക്. ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് എല്ലാത്തിനും ഒരു റിലീജിയസ് ടച്ചുള്ള വർക്ക്സ് ആണ് ഇതെല്ലാം. ഓക്കെ, ലൈക്ക് അതിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് ഗ്രേസ് അബൗണ്ടിങ് ടു ദ ചീഫ് ഓഫ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ബെന്യൻ്റെ മോസ്റ്റ്
ഫേമസ് ആൻഡ് ഓൾസോ ദ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഈ ഒരു വർക്കിൽ ഇദ്ദേഹം അണ്ടർവെൻറ്റ് ചെയ്തിട്ടുള്ള, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ആർമിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നുണ്ട്, പിന്നീട് പ്രിസണിൽ ലൈഫ് ഓൾമോസ്റ്റ് ഫോർ 12 years ഇദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സൈക്കോളജിക്കൽ ട്രോമാസ് ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ്. And also it is an autobiographical work, Grace Abounding to the Chief of Sinners in the year 1666. ഓക്കെ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരു പ്രീച്ചർ ആയിരുന്നു എന്ന്. സോ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇദ്ദേഹം എന്താണ് പ്രീച്ച് ചെയ്യാനായിരുന്നു ശ്രമിച്ചിരുന്നത് അല്ലേ. അത്തരമുള്ള ഒരു പോമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഓഫ് ദ ബോയ് ആൻഡ് ദ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഒരു കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ ഈ മോറൽ സോങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ, ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു പോമാണ്. ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ഒത്തിരി ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ്റെ അല്ലെങ്കിൽ ഹിഡൻ മീനിങ്സോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വർക്കാണ് ഇത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോം വരുന്നത് ഇറ്റ് ഈസ് അണ്ടർ ദ കളക്ഷൻ ഡിവൈൻ എംബ്ലംസ്. ഓക്കെ, ഡിവൈൻ എംബ്ലംസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ്റെ കീഴിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത്. ഡിവൈൻ എംബ്ലംസ് ഇൻ ദ ഇയർ 1686. ഓക്കെ, ഇത് ആക്ച്വലി ഒറിജിനൽ പബ്ലിഷ് ചെയ്തിരുന്നത് എ ബുക്ക് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, അതല്ലെങ്കിൽ കൺട്രി റൈംസ് ഫോർ ചിൽഡ്രൻ എന്നായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ കേട്ടോ. ഈ ഒരു വർക്ക്സിൻ്റെ, അതായത് കളക്ഷൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു. പിന്നീടാണ് ഡിവൈൻ എംബ്ലംസ് എന്ന് ഡിവൈൻ എംബ്ലംസിലേക്ക് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോം ബേസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ റിലീജിയസ് പ്രിൻസിപ്പിൾസിനെയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് മോറൽ ലെസൺസ് ലൈക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഡിവൈൻ എംബ്ലംസ് എന്ന് പറയുന്ന കളക്ഷൻ്റെ കീഴിൽ ഉള്ള വർക്ക്സ് എല്ലാം ലൈക്ക് സിമ്പിൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രിൻസിപ്പിൾസ്, റിലീജിയസ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുക, എവറി ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തീംസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം ഒരു വർക്കാണ് ഓഫ് ദ ബോയ് ആൻഡ് ദ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഇത് ചിൽഡ്രന് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെന്താണ് നമുക്ക് ഇമേജറീസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ലൈക്ക് ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്, ഒരു ബോയും ഒരു ബട്ടർഫ്ലൈയും. സോ ദ പോം ഒരു ബോയിനെയും ഒരു ബട്ടർഫ്ലൈനെയും കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വർക്കിലേക്ക് പോകാം. Behold, how eager is our little boy is for this butterfly, as if all joy, all profits, honors, ye, and lasting pleasures were wrapped up in her, or the richest treasures found in her would be bundled up together, when all is lighter than a feather. He halloos, runs, and cries out, Here, boys, here, nor doubt he brambles or the nettles fear. He stumbles at the molehills, up he gets and runs again as one drift of wits. And all this labor and this large outcry is only for a silly butterfly. So ഇതാണ് ഫസ്റ്റ് സെഷൻ ഓഫ് നമ്മളുടെ പോം എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ നമ്മൾ കാണുന്നത്? പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഒരു കുഞ്ഞു ബോയ് അത് ഒരു ബട്ടർഫ്ലൈൻ്റെ പിറകെ ഓടുകയാണ്. ഓക്കെ, അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കേ, ബിഹോൾഡ് ഹൗ ഈഗർ ഇസ് ആ ലിറ്റിൽ ബോയ് ഇസ് ഫോർ ദിസ് ബട്ടർഫ്ലൈ. നോക്കിക്കേ എന്തുമാത്രം ഈഗറാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ബോയ് ഈ ഒരു ബട്ടർഫ്ലൈക്ക് വേണ്ടി. As if all joys, all profits, honors, ye and the lasting pleasures. ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബട്ടർഫ്ലൈ ആണ് അവൻ്റെ എല്ലാ ജോയും, അവന് കിട്ടാവുന്നതിൽ എല്ലാ പ്രോഫിറ്റ്സും എല്ലാ അംഗീകാരങ്ങളും എല്ലാ ലാസ്റ്റിംഗ് പ്ലഷേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടർഫ്ലൈയിലാണ് എന്നതുപോലെ ഇവൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഓക്കെ, were wrapped up in her or the richest treasures. ഇതെല്ലാം അതായത് ഇവൻ ഈ കാണുന്ന പ്രോഫിറ്റ്സ്, ഇവൻ്റെ എല്ലാ ജോയും പ്രോഫിറ്റ്സും ഓണേഴ്സും എല്ലാം ഈ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈയിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഓർ ദ റിച്ചസ്റ്റ് ട്രഷേഴ്സ്. സോ ഈ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു കുഞ്ഞിന് എങ്ങനെയാണ് തോന്നുന്നത്? ലൈക്ക് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ട്രഷേഴ്സ് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ആൻഡ് എവറിത്തിങ് ലൈക്ക് ഈ ഒരു ബോയ്ക്ക് വേണ്ടതെല്ലാം ഈ ഒരു ബട്ടർഫ്ലൈയിൽ ബണ്ടിൽഡ് ടുഗെദർ ആണ്, നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് റൈറ്റർ പോയിറ്റ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ബട്ടർഫ്ലൈനെ ഇനി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പക്ഷേ ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് വളരെ ലൈറ്ററാണ്, ലൈക്ക് ഒരു ഫെദറിന് സമമാണ് അല്ലേ, ലൈറ്റർ ദാൻ എ ഫെദർ. ഒരു ഫെദറിൽ നിന്നും വളരെ ലൈറ്റർ ആയിട്ടുള്ളൊരു ക്രീച്ചറാണ് ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോയ് ആ ഒരു ബട്ടർഫ്ലൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
like he hallows, runs and cries out, ഹിയർ ബോയ്സ് ഹിയർ. ഇതൊക്കെ നമ്മളൊരു കുഞ്ഞു കുട്ടി ഒരു എന്തെങ്കിലും ഒരു ബട്ടർഫ്ലൈൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ നമുക്ക് അവർ അണ്ടർഗോ ചെയ്യുന്ന കുറേ സ്ട്രഗിൾസ് ആണ് ഇതിൽ, അല്ലേ? കരയുന്നു, ഓടുന്നു, ഹാലോ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഹി സ്ക്രീംസ്. ആൻഡ് ഇവനിങ്ങനെ പോകുന്ന വഴിയിൽ ഹി ബ്രാമ്പിൾസ് ഓർ ദി നിറ്റിൽസ് ഫിയർ നോർ ദോ ഹി ബ്രാമ്പിൾസ് ഓർ ദി നിറ്റിൽസ് ഫിയർ. ഇതെന്ന് പറയുന്നത് ലൈക്ക് സ്മോൾ ത്രോണി ബുഷസ് ആണ്, അല്ലെങ്കിൽ ഷ്രബ്സ് ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുറ്റിച്ചെടികളൊക്കെ അവൻ്റെ ആ ഒരു വഴിയിലൊക്കെ ഉണ്ടാവും. സോ ഇവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ലൈക്ക് അവന് മേ ബി അവൻ്റെ ആ ഒരു എന്താ പറയുക ജേർണിയിൽ അവൻ കുഞ്ഞു കുഞ്ഞു തോൺസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ഹേർട്ട് ആവുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ബോയിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒന്നുമല്ല. ഓക്കെ, ഹി സ്റ്റംബിൾസ് അറ്റ് ദ മോൾ ഹിൽസ്. സോ ഈ ബട്ടർഫ്ലൈനെ ഫോളോ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് അതൊരു ഫ്ലാറ്റ് ഗ്രൗണ്ട് അല്ല, പക്ഷേ ചെറിയ ചെറിയ കുണ്ടും കുഴികളും ഒക്കെ ഉള്ളത്. ഓക്കെ, അതാണ് മോൾ ഹിൽസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു ഒരു ടെറൈൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അവിടെ ഇങ്ങനെ സ്റ്റംബിൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വീഴാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബട്ട് വാട്ട് ഹി ഡസ്, ആ കുഞ്ഞു ബോയ് അപ്പ് ഹി ഗെറ്റ്സ്, വീണ്ടും എഴുന്നേക്കുന്നു, ആൻഡ് റൺസ് അഗെയിൻ ആസ് വൺ ഡ്രിഫറ്റ് ഓഫ് വിറ്റ്, ലൈക്ക് എ ക്രേസി പേഴ്സൺ. ഒരു വട്ട് പിടിച്ച ഒരാൾ എങ്ങനെയാണോ ഒന്നിൻ്റെ പുറകെ പോകുന്നത്, അതേപോലെ ഈ കുട്ടി അവൻ്റെ വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ ഒന്നും നോക്കാണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും ഇതിൻ്റെ പുറകെ പോവുകയാണ്. ആൻഡ് ഫോർ വാട്ട്? ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾ ദിസ് ലേബർ ഇസ് ഫോർ ഹിസ് ലാർജ് ഔട്ട് ക്രൈ. ഈ എല്ലാ ലേബറും ആൻഡ് ഓൾ ദിസ് ലേബർ ആൻഡ് ഹിസ് ലാർജ് ഔട്ട് ക്രൈ, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പാടുന്നതും അവൻ ഇത്രയും സ്ക്രീം ചെയ്ത് ഓടുന്നതും ഒക്കെ എന്തിൻ്റെ പുറകെയാണ്? ഇസ് ഓൺലി ഫോർ എ സില്ലി ബട്ടർഫ്ലൈ. നമുക്ക് പുറമേ നമ്മൾ ഒരാൾ നോക്കുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നുന്ന ഒരു ബട്ടർഫ്ലൈൻ്റെ പുറകെ പോകാനാണ് ഇത്രയും ലേബറും ഇത്ര കഷ്ടപ്പാടുകളെല്ലാം ആ ഒരു ബോയ് അണ്ടർഗോ ചെയ്യുന്നതെന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ കമ്പാരിസൺ. സോ ആ ഒരു പാർട്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. വെരി സിമ്പിൾ. ആ ഒരു ബോയ് പോകുന്ന സ്ട്രഗിൾസിനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് വെരി ലൈറ്റർ ദാൻ എ ഫെദർ, ആൻഡ് ഓൾസോ വളരെ സില്ലിയാണ് ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു ക്രീച്ചർ. ഇറ്റ് ഇസ് വെരി സില്ലി. ഓക്കെ, അങ്ങനെ സില്ലി ആയിട്ടുള്ളൊരു ക്രീച്ചറിൻ്റെ പുറകെ ഇത്രയും ലേബറും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ച് ആ ലിറ്റിൽ ബോയ് പോകുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ പോയറ്റ് നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ ഈ കമ്പാരിസൺ സെഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. This little boy an emblem is of those whose heart are wholly at the world's dispose. The butterfly doth represent to me the world's best thing at best, but fading bee. All are but painted nothings and false joys. Like this poor butterfly, to these our boys, his running through nettles, thorns and barriers, to gratify his boyish found desires, his trembling over mole hills to attain his end, namely his butterfly to gain. So ഇതാണ് നമ്മളുടെ പോം. ഓക്കെ, സോ എന്താണ് ഇതിൽ കമ്പാരിസണിൽ പറയുന്നത്? ഇവിടെ എംബ്ലം എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ കളക്ഷൻ്റെ പേര് എന്തായിരുന്നു? ഡിവൈൻ എംബ്ലംസ് അല്ലേ? സോ ഈ ഒരു ബോയ് എന്ന് പറയുന്നത് ഇറ്റ് സിഗ്നിഫൈസ്, ഈ ഒരു ബോയ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? ടു those whose heart are wholly at the world's dispose, like worldly treasures, അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ പോകുന്ന ആൾക്കാരെയാണ്, അവരുടെ ഹാർട്ടിനെയാണ് ഈ ഒരു ലിറ്റിൽ ബോയ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ബട്ടർഫ്ലൈ എന്താണ്? ബട്ടർഫ്ലൈ റെപ്രസെൻറ്റ്സ് ദ വേൾഡ്സ് ബെസ്റ്റ് തിങ്സ്. സോ പോയിട്ട് പറയുന്നുണ്ട് ബട്ടർഫ്ലൈ ഓഫ് കോഴ്സ് വേൾഡിലെ ഏറ്റവും നല്ല കാര്യങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ തിങ്സ് എങ്ങനെയാണ്? but fading be. So all the best things in world, all everything that is best in the world is transient, അത് everlasting അല്ല, അതൊക്കെ മാഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ഫെയ്ഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, സോ ദ ബോയ് ഹിയർ സിഗ്നിഫൈസ്, അല്ലെങ്കിൽ എംപ്ലം ചെയ്യുന്നത് എന്തിനെയാണ്? ആൾക്കാരുടെ മനസ്സ് അല്ലേ? ലൈക്ക് വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുടെ മനസ്സിനെയും ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വേൾഡിലെ ട്രഷേഴ്സ് ആണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ട്രഷേഴ്സിൻ്റെ എൻഡ് എങ്ങനെയാണ്? ദീസ് ആർ ഓൾ ഫെയ്ഡിങ്, ലൈക്ക് ഓക്കെ, പതിയെ മാഞ്ഞു പോകുന്നതാണ്, ട്രാൻസിയൻ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾ ആർ ബട്ട് പെയിൻറ്റഡ് നത്തിങ്സ് ഓഫ് ഫാൾസ് ജോയ്. സി, പെയിൻറ്റഡ് നത്തിങ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലതായിരിക്കാം, പക്ഷേ ഉള്ളിൽ ദേ ആർ ജസ്റ്റ് നത്തിങ്, വാക്യൂം ആയിരിക്കും. ഓക്കെ, ലൈക്ക് ദിസ് പുവർ ബട്ടർഫ്ലൈ ടു ദീസ് ആർ ബോയ്സ് ഹിസ് റണ്ണിങ്. ഇനി അദ്ദേഹത്തിൻ്റെ ലേബർ പറയുകയാണ്. ഓക്കെ, ആ ഒരു കുഞ്ഞു ബോയ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ തോണി ബുഷസ് ഒക്കെ അതിനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്,
പക്ഷേ എന്താണ്, ഇതൊന്നും വകവെക്കാതെ ഹി വാസ് സ്റ്റിൽ ബിഹൈൻഡ് ഹിസ് ബോയിഷ് ഡിസയർ അല്ലേ. അത് ആ ബട്ടർഫ്ലൈനെ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളൊരു ഡിസയറിൻ്റെ പിന്നിലായിരുന്നു ആ ഒരു കുട്ടിയും അല്ലേ. ആൻഡ് വി ഹാവ് ലൈക്ക് എങ്ങനെയാണ് ആ കുഞ്ഞ് പോകുന്നത്, ലൈക്ക് ഓവർ മോൾ ഹിൽസിലേക്ക് പോകുന്നു ടു അറ്റൈൻ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ബട്ടർഫ്ലൈനെ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം. സോ അതേപോലെയാണ് ഈ ഒരു വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പുറകെ ആൾക്കാരും റൺ ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് എന്താണ് കിട്ടുന്നത്? നത്തിങ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ അറ്റ് ലാസ്റ്റ് അതൊരിക്കലും നിലനിൽക്കുന്നതല്ല, ബട്ട് ഇറ്റ് ഈസ് ട്രാൻസിയൻറ്റ്. ലാസ്റ്റ് നമ്മൾ വാക്യൂമിലായിരിക്കും എന്നാണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു പോയിന്റ് ഡിസയർ ടു ക്യാച്ച് ദ ബട്ടർഫ്ലൈ, അതിനെങ്ങനെയാണ് ഈ ഒരു പ്രസൻറ്റ് വേൾഡിൽ അല്ലെങ്കിൽ വേൾഡിൽ മനുഷ്യൻ എങ്ങനെയാണ് ആ ഒരു വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പുറകെ പോകുന്നത് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പോം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എലോബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ലൈക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് എടുത്തിട്ട് പറയാൻ പറ്റും. വി ആർ ബോൺ വിത്ത് നത്തിങ്. നമ്മൾ പോകുന്നതും ഒന്നും കൊണ്ടല്ല നമ്മൾ തിരിച്ച് പോകുന്നത് അല്ലേ. സോ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ജേർണിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോയിൻ്റെ സ്ട്രഗിളിൽ നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ബിറ്റ്വീൻ നമ്മളുടെ ബിറ്റ്വീൻ അവർ ബർത്ത് ആൻഡ് ഡെത്ത് നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾസ് അണ്ടർവെൻറ്റ് ചെയ്യുന്നു, ആൻഡ് അറ്റ് ലാസ്റ്റ് വാട്ട് വി ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് നമ്മൾ വേൾഡ് അറൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വി സി വാർ, ഔട്ട് ക്രൈസ്. പക്ഷേ ലൈക്ക് ലാസ്റ്റ് വാട്ട് ഡു വി ഗെയിൻ? നമ്മളൊന്നും ഗെയിൻ ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. പ്രസൻറ്റ് സിനാരിയോയിൽ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വി നോ വാട്ട് ദ വേൾഡ് ഇസ് അണ്ടർ ഗോയിങ് നൗ. അതൊക്കെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.